ബീഹാറിന് കൈനിറയെ പാക്കേജുകൾ പ്രഖ്യാപിച്ച് 2025 ബജറ്റ്. മധ്യവർഗത്തിന്റെ ശക്തി കൂട്ടുന്ന ബജറ്റാണ് ഇത്തവണത്തേത് എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുമ്പോഴും ബജറ്റിന്റെ ആത്യന്തിക ഗുണഭോക്താക്കളാകുന്നത് ബീഹാർ തന്നെയാണ്. അതേസമയം മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റിലും കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു. ഇത്തവണയും കേരളത്തിന് എയിംസോ പ്രത്യേക പദ്ധതികളോ ഒന്നും തന്നെയില്ല. കേരളം ഉറ്റുനോക്കിയ 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അടക്കം പദ്ധതികൾ ഒന്നും തന്നെ കേന്ദ്ര ബജറ്റിലില്ല. വയനാട് ദുരിതാശ്വാസത്തിനായി 2,000 കോടിയുടെയും വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ 1,000 കോടിയുടെ പാക്കേജും രാജ്യത്ത് ഏറ്റവും പ്രധാന തുറമുഖമായി മാറുന്ന വിഴിഞ്ഞത്തായി 5,000 കോടിയുടെ പ്രത്യേക പാക്കേജും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവയൊന്നും നൽകാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. അതേസമയം പട്ന വിമാനത്താവളത്തിന്റെ വിപുലീകരണവും 4 പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളും ബിഹ്തയിൽ ഒരു ബ്രൗൺഫീൽഡ് വിമാനത്താവളവും സ്ഥാപിക്കുമെന്ന് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചതോടെ ബീഹാറിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുതിയ ഉണർവ് ലഭിച്ചിരിക്കുകയാണ്. കിഴക്കൻ മേഖലയിലെ ഭക്ഷ്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകുന്നതിനായി ബീഹാറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി, എന്റേൺഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് സ്ഥാപിക്കാനും ധനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ബീഹാറിലെ മിഥിലാഞ്ചൽ മേഖലയിലെ വെസ്റ്റേൺ കോസി കനാൽ EMRO പദ്ധതിക്ക് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചതിലൂടെ ബീഹാറിൽ 50,000 ഹെക്ടറിലധികം ഭൂമിയിൽ കൃഷി ചെയ്യുന്ന നിരവധി കർഷകർക്ക് പ്രയോജനവും ലഭിക്കും. സംസ്ഥാനത്ത് നിലവിലുള്ള IIT-യുടെ വിപുലീകരണവും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാകാതെ വന്നതിനാൽ നിതീഷ് കുമാറിന്റെ JDU-വും ചന്ദ്രബാബു നായിഡുവിന്റെ TDP-യും ചേർന്നാണ് NDA സർക്കാർ രൂപീകരിച്ചിരുന്നത്. സർക്കാർ രൂപീകരിച്ച ആഴ്ചകൾക്ക് ശേഷവും ബീഹാറിലെ വിവിധ റോഡ് പദ്ധതികൾക്കായി 2024 ബജറ്റിൽ കേന്ദ്രം 26,000 കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന നികുതി പ്രഖ്യാപനങ്ങളോടെ നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. നികുതി ഘടനയിലെ മാറ്റമാണ് ബജറ്റിനെ ഇത്തവണ ജനപ്രിയമാക്കുന്നത്. പുതിയ ആദായ നികുതി ബില്ല് അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങളുമാണ് നികുതിയുമായി ബന്ധപ്പെട്ട് ബജറ്റിലുള്ളത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണ നിരാശ പകരുന്നത് തന്നെയാണ് ബജറ്റ്. കാർഷിക മേഖലയ്ക്ക് ഉണർവേകാനായി പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന എന്ന പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിനും ദീർഘകാല ഹ്രസ്വകാല വായ്പാ ലഭ്യതയെ സഹായിക്കുന്നതിനുമായി 100 ജില്ലകളെ ഉൾക്കൊള്ളുന്ന പദ്ധതിയാണ് ആരംഭിക്കുക. 1.7 കോടി കർഷകർക്ക് ഇത് ഗുണം ചെയ്യുമെന്നും മന്ത്രി ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറയുകയുണ്ടായി. ധാന്യവിളകളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി 6 വർഷത്തെ മിഷനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുവര, ഉറാദ്, മസൂർ എന്നീ ധാന്യങ്ങൾക്കായി പ്രത്യേക പദ്ധതി കൊണ്ടുവരുന്നതിനൊപ്പം കർഷകരിൽ നിന്ന് ധാന്യം ശേഖരിക്കുകയും വിപണനം ഉറപ്പാക്കുകയും ചെയ്യുമെന്നും പ്രഖ്യാപനമുണ്ട്.